Hi everyone, it's me Momsi. Welcome back to Smart Schooling Series episode 7. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ലൈഫിൽ വളരെ കോമൺ ആണെങ്കിലും നമ്മുടെ ഗ്രോത്തിനെയും സക്സസിനെയും പലപ്പോഴും ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് പ്രൊക്കാസ്റ്റിനേഷൻ. നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം അറിയാം, അതിൻ്റെ പ്രാധാന്യവും നമുക്കറിയാം. പക്ഷേ നമ്മൾ മനസ്സിനോട് എന്താ പറയുന്നത്? നാളെ ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മൂഡില്ല. അങ്ങനെ ആ നാളെ വീണ്ടും വീണ്ടും നീണ്ടു പോകുകയും നമ്മുടെ വർക്ക്സ് കാര്യങ്ങൾ പൂർത്തിയാകാതെ വരികയും ചെയ്യുന്നു. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹോംവർക്ക് കിട്ടിയാൽ ഉടനെ ചെയ്യാതെ നിങ്ങൾ മാറ്റിവെക്കാറുണ്ടോ? അതുപോലെ എക്സാമിൻ്റെ ഒരാഴ്ചയ്ക്ക് മുന്നേ പഠിക്കേണ്ട പാഠങ്ങൾ തലേ ദിവസം വരെ നീട്ടിവെക്കാറുണ്ടോ? ഇതെല്ലാം പ്രൊക്കാസ്റ്റിനേഷൻ്റെ ലക്ഷണങ്ങളാണ്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ആദ്യം നമുക്ക് അവിടെ നഷ്ടമാകുന്നത് നമ്മുടെ ടൈമാണ്, പിന്നെ നമ്മുടെ കോൺഫിഡൻസ്. ലാസ്റ്റ് മൊമെൻ്റ് എത്തുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്സ്, ടെൻഷന് കാര്യങ്ങളൊക്കെ കൂടും. അതുപോലെ മിസ്റ്റേക്സ് കാര്യങ്ങൾ സംഭവിക്കാം. പിന്നെ നമ്മൾ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇനി എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾ മടിയന്മാരായതുകൊണ്ട് മാത്രമല്ല അവർ പല കാര്യങ്ങളും മാറ്റിവെക്കുന്നത്. ചിലപ്പോൾ അവർക്ക് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ തോറ്റുപോകുമോ എന്നുള്ള ഒരു പേടി കാരണമാകാം. അതുകൊണ്ട് അവരെ നിരന്തരം നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് പകരം ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. കംപ്ലീറ്റ് ചാപ്റ്ററും പഠിക്കൂ എന്ന് പറയുന്നതിന് പകരം ഇന്ന് ആ ഒരു ചാപ്റ്ററിലെ മെയിൻ 2 ടോപ്പിക്ക് മാത്രം നീ പഠിക്കൂ എന്ന് പറയുക. ആ ഒരു സമയത്ത് അവർക്ക് അവരുടെ വർക്ക് ലോഡ്, അവർക്ക് ചെയ്ത് തീർക്കാനുള്ള ടാസ്ക് കാര്യങ്ങൾ ചെറുതായിട്ട് തോന്നുകയും അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ഈസി ആവുകയും നൽകും. അത് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് കോൺഫിഡൻസ് കാര്യങ്ങൾ ഗ്രോ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് പ്രൊക്കാസ്റ്റിനേഷൻ അഥവാ മാറ്റിവെക്കൽ എന്ന ഈ ഒരു ഹാബിറ്റിനെ നമുക്ക് നോക്കിയാലോ എങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളത്. ഒന്നാമതായിട്ട് വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളാക്കി വിഭജിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് 5 മിനിറ്റ്സ് റൂള്, അതായത് 5 മിനിറ്റ് മാത്രം ചെയ്യാമെന്ന് സ്വയം നമ്മൾ ഡിസൈഡ് ചെയ്യുക. പലപ്പോഴും ആ ഒരു 5 മിനിറ്റ് നമ്മളെ കൂടുതൽ സമയം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കും. മൂന്നാമതായിട്ട് നമുക്ക് ദിവസത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടു ഡു ലിസ്റ്റ് ആക്കിയിട്ട് നമ്മൾ എഴുതി വെക്കുക. നാലാമതായിട്ട് പഠന സമയത്ത് ഫോണ്, സോഷ്യൽ മീഡിയ തുടങ്ങി ഡിസ്ട്രാക്ഷൻസ് പരമാവധി ഒഴിവാക്കുക. ആൻഡ് അവസാനമായി നമ്മളിൽ പൂർത്തിയാക്കേണ്ട, നമ്മൾ ഏത് ജോലി പൂർത്തിയാക്കിയാലും നമ്മളെ തന്നെ നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അങ്ങനെ ഒരു കുഞ്ഞു കഥ കൂടി പറയാം. ഒരു സ്റ്റുഡൻറ് ദിവസവും പഠനം നാളത്തേക്ക് മാറ്റിവെച്ചു. എക്സാം അടുത്തെത്തിയ സമയത്ത് അവന് വല്ലാതെ ടെൻഷനും പേടിയൊക്കെ തോന്നി. അപ്പോൾ അവൻ്റെ ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്: ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് വീതം മുന്നോട്ട് നടന്നാൽ നമുക്കൊരിക്കലും ഓടേണ്ട ആവശ്യം വരില്ല, പക്ഷെ നമ്മൾ അവിടെ നിൽക്കാൻ പാടില്ല. അങ്ങനെ അവന് ദിവസവും കുറച്ച് സമയം പഠിക്കാൻ തുടങ്ങി. അവസാനം അവന് മികച്ച റിസൾട്ട് നേടി എന്നുള്ളതാണ്. സോ അവനെ വിജയിപ്പിച്ചത് വലിയ കഴിവായിരുന്നില്ല, ദിവസേന അവനെടുത്ത ചെറിയ സ്റ്റെപ്സുകളായിരുന്നു. സോ ഡിയർ സ്റ്റുഡൻസ്, വിജയം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, ദിവസേന നമ്മൾ ചെയ്യുന്ന ചെറിയ നല്ല തീരുമാനങ്ങളുടെ റിസൾട്ടാണ് വിജയം എന്ന് പറയുന്നത്. ആൻഡ് ഡിയർ പാരൻസ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് ഒരിക്കലും സ്ട്രെസ് അല്ല, നമ്മുടെ സപ്പോർട്ടാണ്. അവരുടെ ചെറിയ പുരോഗതികൾക്ക് പോലും നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓർക്കുക, നാളെ എന്ന വാക്ക് പല സ്വപ്നങ്ങളെയും തടഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എടുത്ത തീരുമാനം പല സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ തീരുമാനിക്കാൻ, ഞാൻ ഇനി ഒരു കാര്യവും മാറ്റിവെക്കില്ല, ചെറിയൊരു സ്റ്റെപ്പെങ്കിലും ഇന്ന് തന്നെ മുന്നോട്ട് വെക്കും എന്നുള്ളത്. സോ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുപോലെയുള്ള അറിവിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.